ഹലോ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കിസാൻ വാനിയുടെ മറ്റൊരു തുടർച്ചയായുള്ള വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതായത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ചെടികളിൽ മൂലകങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ അത് ചെമ്പിൻ്റെ ഡെഫിഷ്യൻസി വരെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അത് നെല്ലിൽ ബോറോൺ കുറഞ്ഞാൽ പതിര് കൂടും. കായകളിലും പഴങ്ങളിലും വിണ്ട് കീറൽ വരുന്നതും ബോറോൺ കുറയുന്നത് മൂലമാണ്. ഇനി പപ്പായയിൽ ചുളിവുകളും കുഴികളും കാണുന്നു. വെണ്ടയിൽ കായകൾ ചുളിവ് വന്ന് വളഞ്ഞു വരും. മാങ്ങ വിണ്ട് കീറും. പഴത്തിൽ കട്ടിയുള്ള മുഴകൾ വരും. കായ വിണ്ട് കീറും. ഇനി തേങ്ങയും അടക്കയും വിണ്ട് കീറി കൊഴിയുന്നു. സൊലുബോർ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഫോളിയർ സ്പ്രേ കൊടുക്കുക. ബോറോണിന്റെ വെള്ളത്തിൽ ലയിക്കുന്ന തരമാണ് സൊലുബോർ എന്ന് പറയുന്നത്. തെങ്ങിന് ബൊറാക്സ് 100 ഗ്രാം എന്ന കണക്കിൽ ചുവട്ടിൽ കൊടുക്കാം. അപ്പം ഇനി അടുത്തത് നാഗാണ്, അതായത് സിങ്ക് കുറഞ്ഞാൽ ഇല ചെറുതാകും. അപ്പം ഇനി വളർച്ചാ സഹായികൾ, അതായത് ഹോർമോണുകളാണ് ചെടികൾക്ക് വളർച്ചാ സഹായികളായി ഉപയോഗിക്കുന്നത്. ചെടിക്ക് പൊക്കം കൂട്ടാനും പഴങ്ങൾ പുതുമയോടെ ഇരിക്കാനും ഇവ സഹായിക്കുന്നു. ഓറഞ്ച്, സ്ട്രോബെറി, കൂൺ തുടങ്ങിയവയിൽ സൈറ്റോകൈനിൻ എന്ന ഹോർമോൺ ആണ് പ്രയോഗിക്കുന്നത്. ഇനി റബ്ബർ പാല് കൂടാൻ വേണ്ടി റബ്ബർ പട്ടയിൽ എത്തിലീൻ അടങ്ങിയ എത്തഫോൺ പുരട്ടുന്നു. പൈനാപ്പിൾ ചെടിയിൽ ഒരേപോലെ പൂക്കാൻ എത്തിലീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പ്രധാന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അതായത് 1 ഓക്സിൻ, 2 ജിബെറിലിൻ, 3 സൈറ്റോകൈനിൻ, 4 എത്തിലിൻ, 5 ആബ്സിസിക് ആസിഡ്. ഇതൊക്കെയാണ് പ്രധാന ഹോർമോണുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കുമല്ലോ.